അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു പൈനാപ്പിൾ ഫ്രൈ ആക്കാനാണ്. എങ്ങനെയാണ് പൈനാപ്പിൾ ഫ്രൈ ചെയ്തെടുക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത പൈനാപ്പിളാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കാം. പൈനാപ്പിൾ രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് പകുതി ഞാൻ എടുക്കുന്നുള്ളൂ. എൻ്റെ മുള്ളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. എൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് ഇതിനകത്തൊരു കട്ടിയുള്ള സാധനമുണ്ട്. അതുകൂടെ നമുക്കതും കളയാം. എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് എൻ്റെ ഇതിനകത്തുള്ള ഒരു തണ്ടുണ്ട്. ആ തണ്ടൊക്കെ ഒന്ന് അരിഞ്ഞ് കളഞ്ഞാണ് ഞാൻ എടുത്തത്. ഇനി നമുക്കിതിലേക്ക് ഒന്ന് മസാല ചേർത്ത് കൊടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കും. നമ്മൾ മീൻ ഫ്രൈ ചെയ്യാൻ എങ്ങനെയാണ് എല്ലാം ചേർക്കുന്ന അതേപോലെ ചേർത്താൽ മതി. നമുക്ക് മീൻ ഫ്രൈ ആക്കാൻ എന്തൊക്കെ ചേർക്കും അതുപോലെ എല്ലാം ചേർത്താൽ മതി. ഒരു അര ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല രീതിയിലൊന്ന് അതിനെ നമുക്ക് തേച്ച് പിടിപ്പിക്കാനില്ല. എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി പൈനാപ്പിൾ ഫ്രൈ ആക്കാൻ ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് വെച്ച് കൊടുക്കാം. എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഒരുപാട് വേവൊന്നുമില്ല. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കിത് എടുക്കാം. എല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിനി കോരി മാറ്റാം. പൈനാപ്പിളെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. പൈനാപ്പിൾ ഫ്രൈ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. കണ്ടോ, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. താങ്ക് യു.